ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 1 ശമൂവേൽ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഹന്നായെക്കുറിച്ച് അറിയാമല്ലേ. നമുക്ക് ഹന്നായുടെ വേദന എത്രമാത്രമാണ് എന്ന് നോക്കാം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സഹോദരി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന യഹോവയായ ദൈവം കേൾക്കുമോ? തീർച്ചയായും കേൾക്കും. നമ്മുടെ വേദനകൾ നമ്മൾ ദൈവസന്നിധിയിൽ ആരുമില്ലാതെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരിനും സ്വർഗത്തിലെ ദൈവം നമുക്ക് മറുപടി തന്നിരിക്കും. ഇവിടെ നമുക്ക് കേൾക്കാം. അവൾ യഹോവയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ അധരങ്ങൾ ശ്രദ്ധിച്ചു. ഹന്ന ഹൃദയത്തിൽ സംസാരിക്കുന്നതിന് അവൾ അധരങ്ങൾ ചലിക്കുന്നതല്ലാതെ ശബ്ദം കേൾക്കുവാനായിരുന്നില്ല. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരുന്നു ഏലി തോന്നി. ഏലി അവൾ, നീ എത്ര കാലം ഇങ്ങനെ ലഹരിയിൽ കഴിയും? നീ വീഞ്ഞ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നീ മദ്യവും വീഞ്ഞും കഴിച്ചിട്ടാണ് നീ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് പുലമ്പുന്നതെന്ന് ഏലി പറഞ്ഞപ്പോൾ ഹന്നായുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നുണ്ടായിരുന്നു. ഹന്ന പറയുന്നൊരു കാര്യമാണ്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാകുന്നു. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി കാണരുതെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെ വേദനകൾ ആരോടും പറയാതെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തീർച്ചയായും ദൈവം കേൾക്കും. ഏലി ആ സമയത്ത് അങ്ങോട്ട് ഹന്നായോട് പറയാം, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ അപേക്ഷിച്ച അപേക്ഷ നിനക്കവൻ നിവർത്തിക്കുമാറാകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവത്തോട് നമ്മൾ കരഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം പ്രവർത്തിക്കും. ദൈവമക്കളെ, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവമാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. തീർച്ചയായും നമ്മുടെ ഹൃദയത്തിലെ വേദന, ഹന്നായുടെ പ്രാർത്ഥന സ്വർഗം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും സ്വർഗം നമുക്ക് മറുപടി തരും. യേശുവിൽ പ്രത്യാശയുള്ള മക്കളായി നമ്മൾ ജീവിക്കണം. ഒരിക്കലും നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയരുത്. ഒരു പണത്തിന് വേണ്ടിയോ ഒരു പ്രതാപത്തിന് വേണ്ടിയോ ഒരിക്കലും നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തെ തള്ളിപ്പറയരുത്. നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവമാണ്. ഓരോ തുള്ളി കണ്ണുനീരിനും മറുപടി തരുന്ന ദൈവമാണ്. ഈ ദൈവത്തിൽ നമ്മളെല്ലാവരും പ്രത്യാശയുള്ള മക്കളായി ജീവിക്കണം. എരിയുന്ന തീച്ചൂളയിൽ കടന്നു വന്ന് രക്ഷിച്ച ദൈവമാണ്. പൊട്ടക്കിണറിൽ ഇറങ്ങി വന്ന് രക്ഷിച്ച ദൈവമാണ്. സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന് രക്ഷിച്ച ദൈവമാണ്. 4-ാം നാൾ നാറ്റം വെച്ച കല്ലറയുടെ അടുക്കൽ വന്ന് ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞ ദൈവമാണ്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ ദൈവമാണ്. മരിച്ചടക്കം ചെയ്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. റോമ പടയാളികൾ മുദ്ര വെച്ച മുദ്രയെ പൊട്ടിച്ച് പുറത്തു വന്ന ദൈവത്തിന് നിങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്തു തരുമെന്ന് പ്രത്യാശയുള്ള മക്കളായി നിങ്ങൾ ജീവിക്കുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കും. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ ശക്തരായി തീരട്ടെ. വിശ്വാസത്തോട് നമുക്ക് ആമേൻ പറയാം. ആമേൻ.